തിരുവനന്തപുരത്ത് സ്കോട്ടിഷ് സ്കൂളിൽ വലിയൊരു തീപിടുത്തമുണ്ടായിരിക്കുന്നു എന്ന വാർത്തയാണ്. 3 സ്കൂൾ ബസ്സുകൾ കത്തിനശിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഇതാരോ മനഃപൂർവ്വം തീയിട്ടതാണ് എന്നൊരു നിഗമനത്തിലാണ് സ്കൂൾ അധികൃതർ ഉള്ളത്. അവർ അക്കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. സ്കൂൾ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിരുന്ന ബസ്സുകൾക്കാണ് പുലർച്ചെ തീ പിടിച്ചത്. ഒരു ടെമ്പോ ട്രാവലർ അതിലേക്ക് ഇടിച്ചു കയറ്റി, സമീപത്തുണ്ടായിരുന്ന ടെമ്പോ ട്രാവലർ ഈ ബസ്സുകളിലേക്ക് ഇടിച്ചു കയറ്റിയ ശേഷമാണ് തീ കത്തിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. നോക്കാം എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന്. ആദ്യം അവരുടെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. ഈ ട്രാവലർ ഈ ഭാഗത്ത് ഒതുക്കിയിരുന്നതാണ്. അപ്പോൾ അവിടുന്ന് വണ്ടി വന്നിട്ട് ഇതിൻ്റെ കൊണ്ട് ഇടിച്ച് നിർത്തിയിരിക്കുകയാണ്. ഞാൻ കാണുമ്പോഴത്തേക്ക് ഈ ട്രാവലറിൻ്റെ ഫ്രണ്ടും കത്തി തുടങ്ങി, മറ്റേ വണ്ടിയുടെ സൈഡും കത്തി തുടങ്ങി. എപ്പോഴായിരുന്നു? ഒരു 1:45. നല്ലൊരു ഒച്ച കേട്ട് കഴിക്കുമ്പോഴാണ് ഇതാ കാണുന്നത്. പിന്നെ നിമിഷം കൊണ്ട് തന്നെ അതി ആളി അങ്ങ് പടരുകയായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ഷീജ കൂടി വാർത്തയുടെ സമഗ്ര വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്താണ് സംഭവിച്ചതെന്ന്. ഷീജ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഏതായാലും വാർത്താ ദിവസം തുടങ്ങുമ്പോൾ നമ്മുടെ മുൻപിലേക്ക് ഒരു തീപിടുത്തത്തിന്റെ വാർത്തയാണ് എത്തുന്നത്. സ്കോട്ടിഷ് സ്കൂളിൽ വലിയ തീപിടുത്തം ഉണ്ടാകുന്നു. 3 ബസ്സുകൾ കത്തി നശിക്കുന്നു. പക്ഷേ സ്കൂൾ അധികൃതർ, സെക്യൂരിറ്റി അടക്കം ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് സമീപത്തുണ്ടായിരുന്ന ടെമ്പോ ട്രാവലർ ഈ ബസ്സുകളിലേക്ക് ഇടിച്ചു കയറ്റുകയും അതിനുശേഷം തീ കത്തിക്കുകയും ചെയ്തു എന്നാണ്. ആരോ മനഃപൂർവ്വം ചെയ്തു എന്നൊരു ആക്ഷേപമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. പോലീസ് എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ? എപ്പോഴാണ് തീപിടുത്തം ഉണ്ടായത്? മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ചെങ്കോട്ടുകുളം തുണ്ടത്തിൽ ട്രിവാൻഡ്രം സ്കോട്ടിഷ് സ്കൂളിലാണ് ഈ ഒരു വലിയ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അതായത് ഏകദേശം ഒരു പുലർച്ചെ 2 മണിയോട് കൂടിയാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ആ സമയത്ത് ഒരു സെക്യൂരിറ്റി മാത്രമാണ് സ്കൂളിൽ ഉണ്ടായിരുന്നത്. സെക്യൂരിറ്റി തന്നെ പറയുന്നതനുസരിച്ച് ഇത് തീപിടുത്തം അത് ആരോ മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ് എന്നുള്ളൊരു സംശയം തന്നെയാണ് സെക്യൂരിറ്റി മുന്നോട്ട് വയ്ക്കുന്നത്. അതിന് കാരണമെന്ന് പറയുന്നത് ഈ വലിയ 2 ബസ്സുകളും ഒരു മിനി ബസ്സുമാണ് പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്നത്. അതിൽ ഈ വാഹനത്തിലേക്ക് അതായത് ഈ വലിയ ബസ്സുകൾ എല്ലാം ഒരുമിച്ചായിരുന്നു പാർക്ക് ചെയ്തിരുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ടെമ്പോ ട്രാവലർ മറ്റൊരു സ്ഥലത്തും പാർക്ക് ചെയ്തിരുന്ന ഒരു അവസ്ഥയിൽ ടെമ്പോ ട്രാവലർ ഈ ബസ്സുകളിലേക്ക് ഇടിച്ചു കയറ്റിയാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ആരോ മനഃപൂർവ്വം കത്തിച്ചതാണ് ഇത് എന്നുള്ളൊരു സംശയമാണ് പറയുന്നത്. നിലവിലേതായാലും കഴക്കൂട്ടം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതായത് കഴക്കൂട്ടത്തിൽ നിന്നും ചാക്കയിൽ നിന്നും ഒക്കെ ഫയർഫോഴ്സിന്റെ യൂണിറ്റുകൾ എത്തിയാണ് ഈ തീപിടുത്തം അത് നിയന്ത്രണ വിധേയമാക്കിയത്. കുറച്ചുകൂടി കഴിഞ്ഞിരുന്നെങ്കിൽ അതൊരു വലിയൊരു ദുരന്തമായി മാറിയേനെ എന്നുള്ള കാര്യം കൂടിയാണ് ഫയർഫോഴ്സ് വ്യക്തമാക്കുന്നത്. ഏതായാലും ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാണ്. മറ്റ് കാര്യങ്ങൾ സംബന്ധിച്ച് സമീപത്തുള്ള CCTV ഒക്കെ പരിശോധിച്ചുകൊണ്ട് ഏത് നിലയിലാണ് ഈ ഒരു തീപിടുത്തത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിലവിലേതായാലും പോലീസ് ഈ CCTV അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം അതിനുള്ളൊരു വ്യക്തത നൽകാൻ സാധിക്കൂ എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് അറിയിക്കുന്നത്. മനു, ഷീജ, ഇത് ഈ സ്കൂളിന് സമീപമുള്ള ഗ്രൗണ്ടിലായിരുന്നോ ബസ്സുകൾ നിർത്തിയിട്ടിരുന്നത്, അതോ സ്കൂൾ മുറ്റത്തായിരുന്നോ? ഈ സ്കൂളിനോട് ചേർന്നുള്ള ഗ്രൗണ്ടിലാണ് ഈ ബസ്സുകൾ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ സ്കൂൾ ബസ്സുകൾ ഒരു ഭാഗത്തായിട്ടും ടെമ്പോ ട്രാവലർ ഒരു ഭാഗത്തായിട്ടുമായിരുന്നു. പക്ഷേ ഇവർക്ക് സംശയം തോന്നാൻ കാരണം എന്ന് പറയുന്നത് ഈ ബസ്സുകളിലേക്ക് ടെമ്പോ ട്രാവലർ ഇടിച്ചു കയറ്റി നിലയിലാണ് തീപിടുത്തം ഉണ്ടാകുന്നൊരു ഒരു സൗണ്ട് കേട്ടാണ് ഈ സെക്യൂരിറ്റി അടക്കം അങ്ങോട്ടേക്ക്. നമുക്ക് ആ ദൃശ്യങ്ങളിലും അത് കാണാൻ കഴിയുന്നു ഷീജ. ആ ബസ്സുകളിലേക്ക് ടെമ്പോ ട്രാവലർ ഇടിച്ചു കയറ്റിയ രീതിയിലാണ് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരുടെ മുൻപിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നതിലൊരു വസ്തുതയുണ്ട് എന്ന് തോന്നുന്നു. ഈ ടെമ്പോ ട്രാവലർ നേരെ കൊണ്ടുപോയി ആ വലിയ ബസ്സിലേക്ക് ഇടിച്ചു കയറ്റിയിരിക്കുകയാണ്. തീർച്ചയായും അത് തന്നെയാണ് അവർക്കൊരു സംശയം ജനിപ്പിക്കുന്നത്. കാരണം ഇത് സ്വാഭാവികമായി ഉണ്ടായ ഒരു തീപിടുത്തമാണെങ്കിൽ വണ്ടികൾ പാർക്ക് ചെയ്തിരുന്ന ഇടത്ത് തന്നെ ഉണ്ടാവണം. പക്ഷേ ഈ ബസ്സുകളിലേക്ക് ടെമ്പോ ട്രാവലർ ഇടിച്ചു കയറിയ നിലയിലാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ മനഃപൂർവ്വം ആരോ ആ രീതിയിൽ ഈ ഒരു തീപിടുത്തം ഉണ്ടാക്കിയതാണ് എന്നുള്ളൊരു സംശയം അവർ പറയുന്നതിനുള്ള അടിസ്ഥാന കാരണവും ഇത് തന്നെയാണ്. കാരണം 2 ഇടത്തായി പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ എങ്ങനെയാണ് ഒരിടത്തേക്ക് എത്തുന്നത്? അതും ആ ടെമ്പോ ട്രാവലർ ഇടിച്ചു കയറിയ നിലയിലാണ് ഈ തീപിടുത്തം ഉണ്ടായ നിലയിൽ ഈ സെക്യൂരിറ്റിയുടെയും നാട്ടുകാരുടെയും അടക്കം ശ്രദ്ധയിൽപ്പെടുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ ദുരൂഹത നീക്കുക എന്നുള്ളത് ഭാഗമായി അവിടെയുള്ള തന്നെ സമീപത്തുള്ള CCTVകൾ പരിശോധിച്ച് അതിൽ കൂടുതൽ വ്യക്തത കൈവരിക്കാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണം ഇതിനകം തന്നെ കഴക്കൂട്ടം പോലീസ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തീ ഏതായാലും നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ആശ്വാസമായി പറയാൻ സാധിക്കുക. തീർച്ചയായും ഷീജ, അത് ആശ്വാസകരമാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നമ്മുടെ മുൻപിലുള്ളത് ആരാണ് ഈ ടെമ്പോ ട്രാവലർ
മറുഭാഗത്ത് പാർക്ക് ചെയ്യുന്ന ടെമ്പോ ട്രാവലർ ഓടിച്ച് ഈ ബസ്സുകൾ കിടന്നിരുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്നത്. ഒപ്പം തന്നെ തീപിടിച്ചതിന് ശേഷം സ്വാഭാവികമായിട്ടും തീപിടിക്കുന്നതിന് മുമ്പ് അയാൾ ഇറങ്ങി ഓടിയിട്ടുണ്ടാകാം. അപ്പോൾ അത് ഏത് വഴിക്കാണ് പോയത്? ഇതൊക്കെ അറിയണമെങ്കിൽ CCTV ദൃശ്യങ്ങൾ പൂർണ്ണമായും പരിശോധിച്ചേ മതിയാകൂ. ആ ഫുട്ടേജുകൾ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞോ? നിലവിൽ ഏതായാലും പോലീസ് അത്തരത്തിലുള്ള വിവരങ്ങൾ, പ്രാഥമികമായിട്ടുള്ള എല്ലാ വിവരങ്ങളും ശേഖരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പോലീസിനെ ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കുന്നത്. പോലീസ് തന്നെ വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സ്കോട്ടിഷ് സ്കൂളിൽ CCTV ഉണ്ടായിരുന്നില്ല. അതിന്റെ സമീപത്തുള്ള CCTVകളിൽ നിന്ന് വേണം ദൃശ്യങ്ങൾ ശേഖരിച്ച് അതിന്റെ തെളിവുകൾ ശേഖരിക്കേണ്ടത്. അപ്പോഴായിരിക്കും ആരാണ് ഈ ഒരു തീപിടുത്തം അത് ഉണ്ടാക്കിയത് എന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത കൈവരിക്കാൻ സാധിക്കുക. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. കാരണം ഇത് മനഃപൂർവ്വം ആരോ ഈ വാഹനങ്ങൾ കത്തിച്ചതാണ്, അങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്, ഇടിച്ചു കയറ്റി അങ്ങനെയാണ് അപകടം ഉണ്ടായത് എന്നുള്ളൊരു സംശയം അത് സ്വാഭാവികമായും ഇപ്പോൾ സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഒപ്പം തന്നെ പോലീസിനും അതേ സംശയം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാഹനം എങ്ങനെ ടെമ്പോ ട്രാവലർ ഈ ബസ്സുകളിലേക്ക് വന്നിടിച്ചു എന്നത് സംബന്ധിച്ചൊരു വ്യക്തത കൈവരിക്കുന്നതിന്റെ ഭാഗമായി അതിന്റെ അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. സമീപത്തുള്ള CCTVയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ അതിലൊരു വ്യക്തത കൈവരിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പോലീസും അറിയിക്കുന്നത്. മനു.